പാർട്ട് ടുവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ക്യൂവും ടോയും കൂടെ തിരിച്ചൊരുമിച്ചൊരു ടാക്സിയിൽ പോകുന്നതാണ്. ആ ഒരു ടൈമിന് ക്യൂ ആണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ടോയ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹൈസ്കൂളിൽ പഠിച്ച ടൈമിനും ടോയ് ആണെങ്കിൽ ക്യൂവിനെ നോക്കുമ്പോൾ അവൻ ഇതുപോലെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. ആ ഒരു ടൈമിൽ ടോയ് ആണെങ്കിൽ ഇത് ആലോചിച്ചിട്ട് ക്യൂവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ക്യൂ ആണെങ്കിൽ ടോയ് തന്നെ നോക്കുവാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുത്ത് എന്താ കാര്യം ചോദിക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അല്ല ഒന്നുമില്ല, ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ നോക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് അല്ല എപ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കാറുണ്ടല്ലോ, ഏത് പാട്ടാണ് കേൾക്കുന്നതെന്ന് അറിയണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടതും ക്യൂ ആണെങ്കിൽ ഒരു ഹെഡ്സെറ്റ് എടുത്തിട്ട് നമ്മുടെ ടോയ്ക്ക് വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരുമിച്ച് പാട്ട് കേൾക്കാണ്. അങ്ങനെ ആ കേൾക്കുന്ന ടൈമിന് ടോയ് ക്യൂവിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ടോയ് തിരിയുന്ന ടൈമിന് ക്യൂ ടോയിനെ നോക്കിയിട്ട് ചിരിക്കുകയാണ്, ബ്ലഷ് ആവുകയാണ്. ആദ്യമായിട്ടാണ് ഇത്ര എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യൂ ആണെങ്കിൽ ടോയിനെ ഒന്ന് നോക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ക്യൂ ആണെങ്കിൽ ഇങ്ങനെ ടോയ് നോക്കുന്ന ടൈമിന് ടോയ് അത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ക്യൂ ചിരിക്കുന്ന നിർത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് പന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ നടന്നു പോകുന്നതാണ്. ആ ഒരു ടൈമിൽ ചെയിന് അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് നടന്നു വരായിരുന്നു. പന്നിങ്ങനെ പോകുന്ന കണ്ടിട്ട് അവൻ്റെ അടുത്ത് നിന്നിട്ട് നീ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം പന്ന് ഭയങ്കര ടയർഡായിട്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവാം, ഞാൻ ടയേർഡായി, എന്നെക്കൊണ്ട് ഞാൻ അനങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയിന് അല്ല ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിയല്ല, ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന വഴിയാണ്, നിനക്ക് എന്ത് പറ്റി വയ്യേന്ന് ചോദിച്ചിട്ട് അവന് പനിയുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ആ ടൈമിന് നോക്കിയപ്പോൾ അവന് പനിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയിനാണെങ്കിൽ അവൻ്റെ അടുത്ത് വാ ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവനോട്ടത് കൊണ്ടിരുത്തിയിട്ട് അവന് കഴിക്കാനായിട്ട് എന്തൊരു ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം ചെയിനാണെങ്കിൽ പന്നിൻ്റെ അടുത്ത് ഇനി നിനക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറയാണ്. ആ സമയം പന്ന് ഞാനെന്തിനാ നിന്നെ വിളിക്കുന്നതെന്ന് വെച്ചപ്പോൾ ചെയിനാണെങ്കിൽ പറയുന്ന കേൾക്ക് എന്നെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം പന്ന് ഓക്കെ എന്ന് പറയാണ്. ആ ഒരു ടൈമിനും അവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ഇങ്ങനെ കറക്റ്റായിട്ട് രണ്ടുപേരും ബ്ലഷ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം കോളേജിൽ ക്ലാസ് കഴിഞ്ഞിട്ട് പുമ്മും പിന്നെ ബിയറും മിക്കും കൂടെ ഇറങ്ങി വരുന്നതാണ്. ആ ഒരു ടൈമിന് പുമ്മാണെങ്കിൽ അവൻ ഇതുപോലെ ഭീമിനെ പറ്റിച്ച കാര്യം അവൻ്റെ ഫ്രണ്ട് ചെയ്തെന്നുള്ള രീതിയിൽ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് അവനോട് സോറി പറയുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നതാണ്. ആ സമയം പുമ്മ് അവരുടെ സോറി പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ബിയറിൻ്റെ അടുത്തും മിക്കിൻ്റെ അടുത്തും എനിക്ക് ഒരു അത്യാവശ്യം കാര്യമുണ്ട്, നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അങ്ങോട്ടേ ചെല്ലാണ്. അങ്ങനെ അവൻ നേരെ ചെന്ന് ടാനിൻ്റെ അടുത്തേക്കായിരുന്നു. ടാനിൻ്റെ അടുത്ത് നിന്നിട്ട് നീ ഇന്നലെ ഫാങ്ങിനെ അവൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തോന്ന് ചോദിക്കുകയാണ്. ആ സമയം ടാൻ ഹെൽപ്പ് ചെയ്തു, അത് പിന്നെ അവന് പ്രോജക്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രീ ആയതുകൊണ്ട് അവനിങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാണ്. ആ സമയം ഒരു സ്നാക്സിൻ്റെ ബോക്സ് ടാൻ്റെ കൈ കൊടുത്തിട്ട് ഇത് ഫാങ് നിനക്ക് താങ്ക്സ് പറഞ്ഞിട്ട് തരാനായിട്ട് പറഞ്ഞതാണെന്ന് പറയാണ്. അപ്പോൾ അത് കണ്ടതും ടാന് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. ടാൻ ആ സമയം ശരിക്കും അവൻ എനിക്ക് തന്നതാണെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറയാണ്. അങ്ങനെ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പുമ്മ പോകാനായിട്ട് നിന്നപ്പോൾ ടാനാണെങ്കിൽ ഇനി നീ ഫ്രീ അല്ലാത്ത സമയത്തൊക്കെ എന്നോട് പറയണേ, ഇനിയിപ്പോൾ ഫ്രീ ആണെങ്കിലും എന്നോട് പറയണം, ഞാൻ പോയി ഫാങ്ങിനെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറയാണ്. ആ സമയം പുമ്മ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ആ ഒരു സ്നാക്സ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അതൊന്നും മൈൻഡ് ആക്കാതെ ടാനാണെങ്കിൽ ഞാൻ നല്ലൊരു മൂഡില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആരെയോ കോൾ ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ ഭീമിനെയും ഫായിനെയും കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ അവരുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്യൂ ആണെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഫായി ആണെങ്കിൽ അല്ല ക്യൂവിന് ഡ്രോയിങ് ഒന്നും ചെയ്യണ്ടേ, ഇവനിത് സമയത്തിന് വെച്ച് കൊടുക്കണ്ടേന്ന് പറയാണ്. ആ സമയം ഭീമ് അവൻ മിക്കവാറും വീട്ടിൽ ഇരുന്ന് ചെയ്ത് കാണും, അല്ലെങ്കിൽ അവർ രാത്രി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫായി ആണെങ്കിൽ അവനെയൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവൻ്റെ ഒരു ടാലൻറ്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയേനെന്നൊക്കെ പറയാണ്. ഈ ഒരു ടൈമിൽ ടാൻ കോൾ ചെയ്തത് ഭീമിനായിരുന്നു. അങ്ങനെ ഭീമാണെങ്കിൽ ആ കോൾ കണ്ടിട്ട് കോൾ എടുത്ത ശേഷം ടാനിൻ്റെ അടുത്ത് എന്താ കാര്യം ചോദിക്കുകയാണ്. ആ സമയം ടാനാണെങ്കിൽ ഞാനിന്ന് ഭയങ്കര നല്ല മൂഡിലാണ്, നമുക്കൊരു പാർട്ടി വയ്ക്കാം നിൻ്റെ വീട്ടിൽ, ഇന്ന് നിൻ്റെ ആൻറ്റി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നല്ല കാര്യം നീ ക്യൂവിനെ വിളിക്കുക, ഞാൻ മറ്റുള്ളവരെ വിളിക്കാം, നമുക്കിന്ന് നിൻ്റെ വീട്ടിൽ പാർട്ടി വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ എൻ്റെ വീടല്ലേ, ഇതുവരെയായിട്ട് ഞാൻ നിനക്ക് പെർമിഷൻ തന്നില്ലല്ലോ, പിന്നെ നീ എങ്ങനെ എൻ്റെ വീട്ടിൽ പാർട്ടി വയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചപ്പോൾ ടാനാണെങ്കിൽ എന്താടാ ഇങ്ങനെ, ഇന്ന് ഞാൻ നല്ല അടിപൊളി മൂഡിലാന്നേ, ഒരു പാർട്ടി വയ്ക്കാന്നേ, നീ ക്യൂവിനെ വിളിക്കുക, ബാക്കിയുള്ളവരെ ഞാൻ വിളിച്ചോളാൻ പറഞ്ഞിട്ട് അവൻ കോൾ കട്ടിയാണ്. ഈ ഒരു ടൈമിൽ ഉറങ്ങിക്കിടന്ന ക്യൂ എഴുന്നേറ്റിട്ട് ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഭീമ് ഞാനാ വിളിച്ചത്, അവൻ എൻ്റെ വീട്ടിൽ ഒരു പാർട്ടി നടത്താൻ പോവാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ ആലോചിച്ചിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറയാണ്. അതിൻ്റെ അടുത്ത് ക്യൂ ആണെങ്കിൽ അല്ല അവനിപ്പോൾ എന്തിനാ പാർട്ടി വയ്ക്കുന്നതെന്ന് ചോദിക്കാം. ഭീമപ്പോൾ എനിക്കറിയത്തില്ല എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ക്യൂ ആണെങ്കിൽ അവൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവൻ്റെ സീറ്റിൽ നിന്ന് ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടാനാണെങ്കിൽ ചെയിനിനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ പാർട്ടി ആയിട്ട് നീ വരണമെന്ന് പറയുന്നതാണ്. പക്ഷേ അവൻ്റെ മറുപടി ഒന്നും കേൾക്കാൻ നിൽക്കാതെ കോൾ കട്ട് ചെയ്യാൻ പോവാണ്. ആ സമയം ചെയിനാണെങ്കിൽ വെയിറ്റ് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടാനാണെങ്കിൽ നീ വരണം, മറ്റൊന്നും കേൾക്കാൻ നിൽക്കണ്ടേ, ഞാൻ പോയി പന്നിനെ കോൾ ചെയ്യട്ടെ ബായ് എന്ന് പറയും കോൾ കട്ട് ചെയ്യാനായിട്ട് പോയതും ചെയിനാണെങ്കിൽ വേണ്ട നീ പന്നിനെ കോൾ ചെയ്യണ്ട, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് കോൾ കട്ടാക്കാണ്. ആക്ച്വലി പന്ന് ചെയിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചെയിൻ നിൽക്കുന്ന
ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ബെഞ്ചിൽ പന്ന് കിടന്ന് ഉറങ്ങായിരുന്നു. അങ്ങനെ ചെയിൻ അങ്ങോട്ട് ചെന്നിരുന്നിട്ട് അവൻ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ എഴുന്നേൽക്കുന്നില്ല. ലാസ്റ്റ് അവൻ എങ്ങനെയൊക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ക്ലാസ് കഴിഞ്ഞ് പീമും ക്യൂവും കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. ആ ഒരു ടൈമിൽ ടോയ് അങ്ങോട്ടേക്ക് നിന്നിട്ട് നിങ്ങളിത് എവിടെ പോവാ, ഫുഡ് കഴിക്കാൻ പോവാണോ, ഞാനും വരട്ടേയും ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് അതിനുള്ള പൈസ പീം കൊടുക്കാനായിട്ടല്ലേ, എനിക്ക് നിൻ്റെ അടവ് അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പീം ഞങ്ങൾ വീട്ടിലോട്ട് ചെല്ലാമെന്ന് പറയുകയാണ്. ആ സമയം ടോയ് ഞാനും വരുവാ, എനിക്ക് ആൻറ്റിയുടെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പീമാണെങ്കിൽ ആൻറ്റി വീട്ടിലില്ല, ഞാൻ കുക്ക് ചെയ്യാം, നീ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് അല്ലെങ്കിൽ വേണ്ട, കാരണം അവൻ്റെ ഫുഡ് കൊള്ളത്തില്ലാന്നറിയാം, അതുകൊണ്ട് തന്നെ ടോയ് ആണെങ്കിൽ ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയാണ്. ആ സമയം ക്യൂവും ഞാനും വരുന്നില്ല, നീയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്കും കഴിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് പീമാണെങ്കിൽ എങ്കിൽ പിന്നെ നീ കുക്ക് ചെയ്യാനായിട്ട് പറയാണ്. ആ സമയം ടോയും അത് ഏറ്റു പിടിച്ചിട്ട് അതെ ക്യൂ കുക്ക് ചെയ്യാനായിട്ട് പറയാണ്. ആ ടൈമിന് അവരാണെങ്കിൽ ടോയിൻ്റെ അടുത്ത് ഈ ഒരു പാർട്ടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ടോയും അവരുടെ കൂടെ ആ ഒരു പാർട്ടി ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് ചെല്ലാണ്. അവരെല്ലാവരും ഇരിക്കുന്ന ടൈമിന് നമ്മുടെ ടോയും അവരുടെ കൂടെ ഉള്ളത് കണ്ടിട്ട് ടാനാണെങ്കിൽ അവരുടെ ടോയിനെ ആരെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയം പീം ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് നമ്മുടെ ഫാങ് ആണെങ്കിൽ ടാനിന് കൊടുത്ത ആ ഒരു സ്വീറ്റ് അത് അവൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പന്നാണെങ്കിൽ എനിക്ക് തരാനായിട്ട് പറയാണ്. പക്ഷേ ഫാങ് കൊടുത്തോണ്ട് തന്നെ ഇല്ല, എൻ്റെ ജീവൻ പോയില്ല, ഞാൻ ഒറ്റ ഒരു മനുഷ്യന് തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ടാൻ അത് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് അത് കണ്ടിട്ട് ടോയ് ആണെങ്കിൽ അത് കണ്ടിട്ട് കൊള്ളാമെന്നാ തോന്നുന്നു, എനിക്ക് തരാമോ ചോദിക്കുന്നുണ്ട്. ആ സമയം ടാൻ ഇല്ല ഞാൻ ഒരിക്കലും തരത്തില്ല എന്ന് പറയാണ്. പക്ഷേ ടോയ് ആണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ടാനിനെ നോക്കുകയാണ്. അങ്ങനെ ടാനിന് അവൻ്റെ ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് അവനൊട്ടും തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ ശരി ഞാൻ നിനക്ക് ഒരൊറ്റ കഷ്ണം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് പീസ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് കൊടുത്തിട്ട് പന്നാണെങ്കിൽ നീ അവന് കൊടുത്തു പക്ഷേ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ടാനാണെങ്കിൽ മിണ്ടായിരിക്കടാ, നീ ഇത്രയും വലുതായില്ല, അവൻ കൊച്ചു കുട്ടിയെന്ന് പറയാണ്. ഈ ഒരു ടൈമിന് പീമാണെങ്കിൽ ടാനിൻ്റെ അടുത്ത് നീ ടോയിനെ വഷളാക്കുമെന്ന് ചോദിച്ചപ്പം ഞാൻ അവനെ വഷളാക്കിയെന്നല്ല, അവൻ ഇത്രയും ക്യൂട്ടായിട്ട് നോക്കുമ്പോൾ ഞാനത് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാനാ, നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് നമ്മുടെ ക്യൂവിനോട് നിന്നെ കൊണ്ട് പറ്റുമോ ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ പറ്റാത്ത എന്താ ഒരു ചവിട്ട് വെച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ ക്യൂവിന് ഇങ്ങനെ നോക്കുകയാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ടാനിൻ്റെ അടുത്ത് ചെയിനൊക്കെ ആണെങ്കിൽ അല്ല നീ ഇപ്പോൾ എന്തിനാ ഈ പാർട്ടി വെച്ചത്, ഞങ്ങളടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടാനാണെങ്കിൽ അത് എനിക്ക് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഒരാളുടെ അടുത്ത് ക്രഷ് ഉണ്ട്, എന്നാൽ ആ ആളാരാന്ന് ഞാൻ ഇപ്പോൾ പറയത്തില്ല, അയാൾ ഞാനും ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയത്തുള്ളൂ എന്ന് പറയാണ്. ഇതേ സെയിം കാര്യം കുറേ നാൾക്ക് മുമ്പ് ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ക്യൂ ആണെങ്കിൽ ഇതേ സെയിം സംഭവമല്ലേ നീ കുറേ നാൾ മുമ്പ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, എന്നിട്ട് നീ അയാളെ ഡേറ്റ് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയില്ലേ, നിനക്ക് സ്ഥിരം പണിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടാനാണെങ്കിൽ സ്ഥിരം പണിയൊന്നുമല്ല, ഞാൻ ഇനി തൊട്ടൊരു പ്ലേ ബോയേ അല്ല, ഞാൻ ഒരിക്കലും അല്ല, അവൻ അത് സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയാണ്. ആ സമയം എല്ലാവരും ഇത് കേട്ടിട്ട് ഉറപ്പാണോ, നീ ആറ്റ പ്ലേ ബോയ് ആറ്റ ആയിക്കഴിഞ്ഞാൽ നിൻ്റെ തലയിൽ കൂടി ഇടിമിന്നൽ വന്ന് വീഴുമെന്നൊക്കെ പറയാണ്. ആ സമയം ടാനാണെങ്കിൽ ഉറപ്പ് ഞാൻ ഒരിക്കലും അങ്ങനെ ആകത്തില്ല, പിന്നെ ഇടിമിന്നൽ വീഴുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യാണ്. അതിനുശേഷം എല്ലാവരും കുടിച്ചിട്ട് അകത്തേക്ക് ചേർന്ന് കിടക്കുകയാണ്. ഈ ഒരു ടൈമിന് ടാനും പീയും എല്ലാവരും പിച്ചും പേയും പറഞ്ഞുകൊണ്ടൊക്കെ കിടക്കുന്നുണ്ട്. പന്നൊക്കെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പറയുകയാണ്. ഈ കോടതിയിൽ പറയുന്ന ഓരോ ലോയും സംഭവങ്ങളും എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. സെക്ഷൻ 206 എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ പറയുന്നുണ്ട്. ആ ഒരു ടൈം നമ്മുടെ ടോയ് ആണെങ്കിൽ ഒരു തലയണയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പീമിൻ്റെ അടുത്ത് ഈ തലയണ ഞാൻ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പീമു നീ ഉപയോഗിച്ചോ, പിന്നെ ആ തലയണയിൽ തല വെച്ച് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാണ് പറയാണ്ട്. ഇത് കേട്ടപ്പോൾ ക്യൂവിന് എന്തോ ജലസായെന്ന് തോന്നുന്നു. എന്നിട്ട് പീമാണെങ്കിൽ എൻ്റെ അടുത്ത് കിടക്കാനായിട്ട് പറയാണ്. അങ്ങനെ ടോയ് അങ്ങോട്ടേ പോകുന്നതും ക്യൂ ആണെങ്കിൽ വേണ്ട നീ അവിടെ കിടക്കണ്ട, എൻ്റെ അടുത്തൊന്ന് കിടന്ന് പറഞ്ഞിട്ട് അവന് കിടക്കാനായിട്ട് സ്ഥലം ഇങ്ങനെ കൊടുക്കുകയാണ്. ആ ടൈമിൽ ടോയ് അല്ല ഞാൻ എന്താ അവിടെ കിടന്നാൽ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ പീം കുടിച്ചിട്ടുണ്ട്, അവൻ കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, നിന്നെ രാത്രി ഉറങ്ങാൻ സമയത്ത് നിന്നെ ചിലപ്പോൾ തള്ളി താഴെ തന്നെ ഇട്ടേക്കും, അതുകൊണ്ട് നീ എൻ്റെ അടുത്തൊന്ന് കിടക്കാനായിട്ട് പറയാണ്. അങ്ങനെ ടോയ് ആണെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത് നിന്ന് കിടക്കാണ്. ആ ഒരു ടൈമിൽ നിന്ന് അവിടെ പന്നും ടാനും ഒക്കെ എന്തൊക്കെയോ വെള്ളം വയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പിന്നീട് ശാന്തമായിട്ട് ഉറങ്ങാണ്. ഈ ഒരു ടൈമിന് നമ്മുടെ ക്യൂ ഉറങ്ങുന്നത് ടോയ് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം പീം അവൻ്റെ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്നതാണ്. അതപ്പോൾ സാറ് നോക്കിയിട്ട് മുമ്പത്തെക്കാളും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നിൻ്റെ കളറിങ് സ്കിൽസും എല്ലാം തന്നെ സെറ്റായിട്ടുണ്ട്, നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നൊക്കെ പറയാണ്. അവനിരുന്ന ആ റൂമിൻ്റെ വെളിയിലായിട്ട് ഓരോ സ്റ്റുഡൻസും അവരുടെ ഡ്രോയിങ്സ് കാണിക്കാനായിട്ട് ലൈനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ക്യൂവും അതിൻ്റെ ഇടയിൽ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ പീമാണെങ്കിൽ അത് കാണിച്ചിട്ട് പുറത്തിറങ്ങുന്ന ടൈമിന് ക്യൂ ആണെങ്കിൽ സാർ എന്താ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കേട്ടപ്പോൾ സമാധാനമായി, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ പോയി നിൻ്റെ ഡ്രോയിങ് കാണിക്കാൻ പറയാണ്. ആ സമയം ക്യൂ ഇതിപ്പോഴൊന്നും കഴിയത്തില്ല, നീ പൊക്കോളാൻ പറഞ്ഞപ്പോൾ പീം കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ പുമ്മിന് വേണ്ടി കുറേ അന്ന് വെയിറ്റ് ചെയ്തല്ലോ മോളിൽ, അപ്പോൾ ആ കാര്യം വെച്ചിട്ട് ക്യൂ ആണെങ്കിൽ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പിന്നെ നല്ലതുപോലെ അറിയാമല്ലോ എന്ന് പറയാണ്. അവനായിട്ട്
എത്തിയതാണ് ക്യൂ. അപ്പോൾ ഭീമിനാണെങ്കിൽ ആ ഒരു കാര്യം ഓർമ്മ വരാണ് ഇങ്ങനെ മോളിൽ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഭീമ് ഞാനിനി ഒരു മനുഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ശരി ശരി പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മിമിക്രി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഭീമാണെങ്കിൽ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതും അങ്ങോട്ടേ കറക്റ്റ് ബുമ്മ് വേറൊരു കാറി വരെയാണ്. ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാറുകൾ മാറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആ സമയം ഭീമിനാണെങ്കിൽ അത് അവനാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബുമ്മ് അവൻ്റെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയപ്പോഴാണ് അവനാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഭീമിൻ്റെ അടുത്ത് വന്ന് വണ്ടി കയറാൻ പറയാണ്. അപ്പം ഭീമ് ഞാൻ വരത്തില്ല, എനിക്കൊരു പണിയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബുമ്മാണെങ്കിൽ എൻ്റെ ഓർഡറാണ്, ഞാൻ പറയുന്നത് അനുസരിക്കണമല്ലോ നീ വന്ന് കയറാനായിട്ട് പറയാണ്. അങ്ങനെ ഭീമ് ചെന്ന് കയറാണ്. അവനങ്ങനെ പോകുന്ന ടൈമിന് ഭീമാണെങ്കിൽ ബുമ്മിൻ്റെ അടുത്ത് അവിടെ സൈഡിലുള്ള കടയിലായിട്ട് നിർത്താൻ പറയുന്നുണ്ട്. ആ സമയം ബുമ്മാണെങ്കിൽ വീട്ടിലെത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭീമ് എനിക്ക് വിശക്കുന്നു, എനിക്ക് ഫുഡ് കഴിക്കാനുണ്ട്, വണ്ടി നിർത്താൻ പറയാണ്. അങ്ങനെ ബുമ്മ് വണ്ടി നിർത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഭീമ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതും ബുമ്മു ഇറങ്ങുന്നുണ്ട്. ആ സമയം ഭീമ് നീ എവിടെ പോകാമെന്ന് വെച്ചപ്പോൾ നീ ഫുഡ് കഴിക്കാൻ പോകില്ലേ, ഞാൻ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കടയിൽ ചെന്നിരിക്കുകയാണ്. ബുമ്മ് സാധാരണ ഇതിൽ കുഞ്ഞു കടയിലൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഭീമ് നിനക്ക് ഇവിടെ വന്ന ശീലമില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബുമ്മ് ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർഡർ എടുക്കാനായിട്ട് ആൾ വരാണ്. അങ്ങനെ ഭീമ് അവൻ്റെ ഫുഡിനുള്ള ഓർഡർ കൊടുക്കുകയാണ്. എന്നാൽ ബുമ്മിന് അവിടെ മെനു കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതേ സെയിം ഫുഡ് മതി എന്ന് പറയാണ്. അങ്ങനെ ഓർഡർ എടുത്തിട്ട് ആൾ പോയി കഴിക്കുന്നത് ഭീമാണെങ്കിൽ നിനക്ക് ഓർഡർ ചെയ്യാൻ അറിയത്തില്ലല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡ് കൊണ്ട് വെച്ചതും ഇവർ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ആ കഴിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ തന്നെ ഇവർക്ക് ആവശ്യത്തിന് സാധനങ്ങൾ ആഡ് ചെയ്യുക, അതായത് സ്പൈസസും സംഭവങ്ങൾ പലതും വെച്ചിട്ടുണ്ട് ഇവർക്ക് ആവശ്യത്തിന് അളവിന് ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ അത് പുമ്മിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് ഭീം പറയാണ്. എന്നാൽ പുമ്മ് എനിക്ക് ചെയ്യാനറിയാം, നീ ഒന്ന് പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞിട്ട് അവ സ്വന്തമായിട്ട് ഭീം ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യുകയാണ്. എന്നാൽ പുമ്മിനെ ചെയ്യാൻ അറിയത്തില്ല സത്യത്തിൽ. അവനങ്ങനെ അവൻ്റേതായ രീതിയിൽ കുറേ ഇങ്ങനെ സ്പൈസ് എരിവ് എല്ലാം എടുത്ത് തട്ടുന്നുണ്ട്. അങ്ങനെ അവനത് കഴിച്ചതും എരിച്ചിട്ട് എൻ്റെ മോനെ ഇത് എന്തെരിയാന്നൊക്കെ പറയാണ്. ആ ടൈമിന് ഭീം നിനക്ക് എരിവുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചപ്പോൾ പുമ്മാണെങ്കിൽ അത് പിന്നെ ഞാൻ എരിവൊക്കെ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അവിടെ കുടിക്കാനായിട്ട് വെച്ചിരുന്ന തണുത്ത വെള്ളം അത് പുമ്മ് അവൻ്റെ അത് മൊത്തം കുടിച്ച് തീർത്തായിരുന്നു. അവനങ്ങനെ അയ്യോ ഭയങ്കര എരിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിന് ഭീം അവന് വേണ്ടി വെച്ചിരുന്ന ആ വെള്ളത്തിൽ അവൻ്റെ കൈ മുക്കിയ ശേഷം അതാണെങ്കിൽ അവൻ്റെ ചുണ്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പുമ്മിൻ്റെ ചുണ്ടിലേക്ക് അവൻ്റെ കൈ വെച്ച് കൊടുക്കുകയാണ്. ആ ടൈമിന് പുമ്മിന് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. ഈ ഒരു ടൈമിന് അവൻ്റെ നല്ല ഐ കോൺടാക്റ്റ് ഇരിക്കുകയാണ്. പെട്ടെന്ന് ഭീം ഐ കോൺടാക്റ്റ് ബ്രേക്ക് ആക്കിയിട്ട് അത് പിന്നെ നീറ്റിൽ മാറാനായിട്ട് ഞാൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാണ്. ഭീമിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടപ്പോഴത്തേക്കും അവൻ്റെ കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോയതും പുമ്മ് നീ എന്നോട് താങ്ക്സ് പറയുന്നില്ലേ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, എന്നെ ഫോഴ്സ് ചെയ്ത് കയറ്റിയല്ലേ, പിന്നെ ഞാൻ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ആ ഒരു ടൈമിന് ഭീമാണെങ്കിൽ പുമ്മിനോട് അന്ന് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്ന രാത്രി നീയാണോ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടേന്ന് ചോദിക്കുകയാണ്. ആ സമയം പുമ്മാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ലാന്ന് പറഞ്ഞപ്പോൾ ഭീം കുടിച്ചിട്ടുണ്ടായിരുന്ന എനിക്ക് ഓർമ്മയുണ്ടല്ലോ, പിന്നെ നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് പുമ്മ് നിനക്കറിയാമെങ്കിൽ പിന്നെ എന്നാത്തിനാ ഞാനാണോ കൊണ്ടുവിട്ടതെന്ന് വീണ്ടും വീണ്ടും ചോദിക്കാൻ നിൽക്കുന്നതെന്ന് പറയാണ്. ആ ടൈമിന് ഭീമിൻ്റെ മൈൻഡിൽ എപ്പോഴും വരുന്നത് പോലെ തന്നെ ഭീമും പുമ്മും അന്ന് ഡ്രിങ്ക് ചെയ്തിട്ടുള്ള അന്ന് രാത്രി ക്ലോസ് ആയിട്ടിരുന്ന കാര്യം ഓർമ്മ വരെയാണ്. ആ സമയം അവനാണെങ്കിൽ അതാലോചിച്ചിട്ട് അപ്പോൾ അത് ശരിക്കും നടന്നതാണോ, എൻ്റെ സ്വപ്നമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അന്ന് രാത്രി എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ ശേഷം പുമ്മിൻ്റെ അടുത്ത് ഭീം എന്ത് ഡയലോഗാണോ അന്ന് പറഞ്ഞത് അതേ സെയിം ഡയലോഗ് പുമ്മ് ഭീമിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്ന ശേഷം നിനക്ക് എന്ത് വലിയ മൂക്കാണുള്ളത്, എന്ത് രസമുള്ള കണ്ണാണുള്ളത്, പിന്നെ നിൻ്റെ ചുണ്ട് എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവൻ്റെ ചുണ്ടിലേക്ക് കൈവയ്ക്കുകയാണ്. ഈ ഒരു ടൈമിന് മറ്റൊന്നും പറയാൻ നിൽക്കാതെ അവരുടെ ജസ്റ്റ് ഐ കോണ്ടാക്റ്റ് ആയിട്ട് പുമ്മ് ഭീമിനെ കിസ് ചെയ്യാനായിട്ട് ചെല്ലാണ്. ആ ഒരു ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ എൻ്റെ ആവാണ്. ആ ഒരു സീൻ കണ്ടതും ഞാനിങ്ങനത്തെ ബ്ലഷ് ആവുമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ റൊമാൻറ്റിക് സീനൊക്കെ വരുമ്പോഴത്തേക്കും കറക്റ്റ് അവിടെ കൊണ്ടുവന്ന എപ്പിസോഡൊക്കെ നിർത്തി കളയും. ഇനി അവർ കിസ് ചെയ്യോ അതോ ജസ്റ്റ് അവൻ അടുത്തോട്ട് പോയതാണോ, അതൊക്കെ ഇനി കുത്തിയിരുന്ന് ആലോചിക്കും ഞാൻ. പക്ഷെ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇനി ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും പാടായിട്ടുള്ള ടാസ്ക്. എന്തൊക്കെ പറഞ്ഞാലും വെയിറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നവരെ ബൈ.